എന്താ കെട്ടിയോളാണ് എന്റെ മാലാഖ എന്ന് പറഞ്ഞ ഒരു ക്രൂരമായ സിനിമ ഇറങ്ങിയ കേരളമാണ് ഇവിടെ. ഈ തള്ള എന്താണ് പറയണത്? എന്താ കെട്ടിയോളാണ് എന്റെ മാലാഖ എന്ന് പറഞ്ഞ ഒരു ക്രൂരമായ സിനിമ ഇറങ്ങിയ കേരളമാണ് ഇവിടെ. അതൊരു മാരിറ്റൽ റേപ്പ് ചെയ്ത ആള് അവസാനം ഒരു സെയിന്റ് പോലെ കാണിച്ച. എന്ത് കറക്റ്റ്? ഒരു കറക്റ്റും ഇല്ല. എന്ത് വലിയ കണ്ടുപിടുത്തം അയാൾ കണ്ടുപിടിച്ചിരിക്കണേ. ഈ കണ്ടുപിടുത്തം ഏതെങ്കിലും ബുക്ക് സ്റ്റാളിന് അയച്ചു കൊടുത്താൽ തനിക്ക് നോബൽ സമ്മാനം കിട്ടും. അയാൾക്ക് കർഷകശ്രീ അവാർഡ് വരെ കൊടുക്കുന്നു. എന്നിട്ട് ആ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീ എന്നിട്ട് അയാളെ കൺഗ്രാചുലേറ്റ് ചെയ്യാണ്, എനിക്ക് കർഷകശ്രീ അവാർഡ് കിട്ടിയല്ലോ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അയാൾ പാവമാണ്. അയാൾ പാവമായിട്ട് മദ്യപിച്ചത് കൊണ്ടാണ്, അയാളെ കളിയാക്കപ്പെട്ടത് കൊണ്ടാണ് അയാൾ റേപ്പ് ചെയ്തതെന്ന് പറഞ്ഞ ഒരു അങ്ങനത്തെ ഒരു ലോജിക്കൽ ഒരു സിനിമ ഇറങ്ങിയ നാടാണെന്നും കൂടെ ആലോചിക്കണം. അതിന് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായിട്ട് മാറിയല്ലോ. എന്താ കെട്ടിയോളാണ് എന്റെ മാലാഖ എന്ന് പറഞ്ഞ ഒരു ക്രൂരമായ സിനിമ ഇറങ്ങിയ കേരളമാണ് ഇവിടെ. അതൊരു മാരിറ്റൽ റേപ്പ് ചെയ്ത ആള് അവസാനം ഒരു സെയിന്റ് പോലെ കാണിച്ച. അങ്ങനെ തോന്നിയില്ലേ? പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഈ സിനിമ നിരൂപണം ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. ഈ നാട്ടിലെ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് സിനിമ ഉന്നയിക്കുന്ന വിഷയം. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? സ്ലീവാച്ചന്റെ കർഷകശ്രീ തിരിച്ചെടുക്കുക സിനിമ പുനർ റിലീസ് ചെയ്യുക വട്ടപ്പൊട്ട് ചേച്ചിയോടൊപ്പം. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.